അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടെ കവലൻ്റെ അടുത്താണ്. കവലൻ്റെ അടുത്ത് ഇങ്ങനെ റോഡ് കേടുന്ന ഭാഗം നോക്കി ഇങ്ങനെ പോവാണ്. ഇതിപ്പോൾ വേനൽക്കാലത്ത് പിന്നെ ഇപ്പോൾ ഈ വെയിലുള്ള സമയത്ത് എടുക്കുന്നത്. അതിന് മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ്. നല്ല കുണ്ടും കുഴിയുണ്ട്. മഴക്കാലത്ത് നല്ല അപകടങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല. എന്നാലും അത് കുണ്ടും കുഴിക്കൊന്ന് തൂർക്കുക നല്ലത്. പൊതുവെ ഈ പോക്കറ്റ് റോഡ് നന്നാക്കണ നേരത്ത് സെൻട്രൽ കൂടെ കാണാൻ വെച്ചിട്ട് വെള്ളം പോകാനുള്ള രീതിയിൽ ചെയ്യാൻ ഏറ്റവും നല്ലത്, ഉത്തമം. രണ്ട് സൈഡും ഒരു തോടായ കാരണേ, രണ്ട് സൈഡും മതിലൊക്കെ ഉള്ള കാരണം വെള്ളം കൊണ്ടുകൊണ്ട് പോകാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്ത കാരണമാണ് ഇങ്ങനെ ആയത്. വെള്ളം കെട്ടി നിൽക്കല്ലേ, അപ്പോൾ അത് കാരണം ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ ഈ 2-3 മാസം മഴക്കാലത്ത് നല്ല കഷ്ടതകൾ അനുഭവിച്ചിരുന്നു എല്ലാവരും. അപ്പോൾ സുഹൃത്തുക്കളെ, കവലൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണിത്, പുഴമ്പ്രം. ഇത് ഇപ്പോൾ ഈ 2025 മാർച്ചിൽ ഒരു ലേശം അറ്റകുറ്റപ്പണികൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര കുഴിയായിരുന്നില്ല. എല്ലാ വർഷവും മാർച്ചിൽ പഞ്ചായത്ത് റോഡുകളൊക്കെ ഈ കുണ്ടും കുഴിയൊന്നും അടച്ചാലും മതി. അല്ല പിന്നെന്താ ചെയ്യുക, ഫുള്ള് നന്നാക്കാൻ എന്നാൽ ശരിയാവില്ലെന്ന്. അപ്പോൾ അതാണ് ഇത് അവസ്ഥ. വർഷക്കാലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. റോഡിന്റെ അവസ്ഥ മോശമാണ്. നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പിന്നെ സൈനുദ്ദീനിക്കല്ലേ നിങ്ങളെ പേര്? അല്ല, യൂസഫാണ്. യൂസഫ് എന്നുള്ള ആളാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. റോഡ് ഇപ്പോൾ പുഴമ്പുറത്തുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല മോശമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു അഭിപ്രായം ഇങ്ങനെ ഇതിൽ പറഞ്ഞു, ഈ എല്ലാ മാർച്ച് മാസം വേനലവധിക്ക് നമ്മൾ ആ റോഡൊന്ന് പേച്ച് വർക്ക് ചെയ്താൽ പോരെ? അല്ലേ? പേച്ച് വർക്ക് പോരാ. ഇവിടെ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ കുട്ടികൾ രാവിലെ മദ്രസ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുഴിയാണ്, വെള്ളക്കെട്ട് കുഴിയാണ്. ആ വെള്ളക്കെട്ട് തീർക്കണം, അതിന് കാണ കയറണം എന്നാൽ റോഡ് നിർത്തണമെങ്കിൽ. എന്നിട്ട് റോഡിന്റെ പണി കാണ കീറിയേറ്റാണ് റോഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ. പഞ്ചായത്ത് റോഡ് പ്രത്യേകിച്ച്. കാരണം എന്താ പറഞ്ഞാല് ഇടവഴിയായ കാരണം വെള്ളം കൊണ്ടുകൊണ്ട് പോവില്ല. അത് ശരിയല്ലേ? ഭയങ്കര ശല്യമുണ്ട്. ചില മക്കള് സ്കൂളിൽ ഇവിടെ കാണാനുള്ള കാരണം വലിയ കുഴപ്പമില്ലല്ലേ? കാണുന്നുണ്ട്. പക്ഷെ എന്താണ്, റോഡ് മോശമാണ് ഇവിടൊക്കെ. അത് കാണണ്ടായാലും കാര്യമില്ല, പക്ഷെ വെള്ളം നിൽക്കില്ല. ആയി അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അല്ലേ? അപ്പൊ നമ്മളൊന്ന് പറയാ, ചെയ്യട്ടെ. പിന്നെ ഈ കുണ്ടും കുഴിയൊക്കെ ഈ നമ്മൾ ഈ വേനലിന്റെ സമയത്തേ വേനൽക്ക് സമയത്തിലുണ്ട്. ഇപ്പൊ ജൂലൈയിലായിട്ടുള്ളൂ, മാർച്ചിൽ സമയത്തിലുണ്ട്. അല്ല, മഴ കിടക്കില്ല. അതല്ല, ഇപ്പഴല്ലേ നമ്മൾ തുടങ്ങിയില്ലേ, മാർച്ച് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞില്ലേ, അപ്പണ്ട് നോക്കിയാ മതിയായിരുന്നു അറിയാം. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുണ്ടും കുഴിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു സംഭവമാണ്. അങ്ങനെ കാണാൻ കയറിയിട്ട് ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാവില്ല. സംഗതി ശരിയാണ്. കുറേ ആയി കഷ്ടപ്പെടുന്നു. ഇതിപ്പോൾ കുറച്ച് ഞാൻ മഴ സീസണിലെടുത്ത വീഡിയോ ആണ്. കുറച്ച് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി. പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി കുറച്ചും കൂടി സംഭവങ്ങൾ ഇതിൽ കൂടെ കാണിക്കേണ്ടതാണ്. ഇനി ലാസ്റ്റ് ഒരു കുഴിയുണ്ട്, നല്ലൊരു കുഴിയാണ്, അത്യാവശ്യം വലിയ വലിപ്പമുള്ള കുഴിയാണ്. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അതുപോലെ നമ്മളിപ്പോൾ ഒരു എൻഡിൽ കൊണ്ട് നിർത്തുമ്പോഴേ, ഈ എൻഡിൽ കൊണ്ട് നിർത്തിയപ്പോൾ ഉള്ളൊരു കുഴിയാണ് ആ കാണുന്നത്. ഇപ്പോൾ ഇതായി പോണ സംഭവം. ഇത് അവിടെ നിന്ന് വരുമ്പോൾ കോൺക്രീറ്റാണ്, ഇവിടെ നിന്നിട്ട് പോയത് ടാറിങ്ങാണ്. അപ്പോൾ രണ്ടിൻ്റെ കോൺക്രീറ്റ് കൊടുത്ത് നിർത്തിയത് കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ ഈ ടാറിൻ്റെ അവിടെ നിന്ന് വെള്ളാണ്ട് പോണില്ല. അതാണ് സംഭവം. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ്